ഹലോ, ആ, മൻസൂർ ഭായി അല്ലേ? അതെ. ഞാൻ നിങ്ങളൊരു വാട്സപ്പിലേ ഉം. അല്ല ഈ യൂട്യൂബ് ന്യൂസിൽ ഒരു മനുഷ്യൻ മറ്റേ ഇയാൾ എന്താണ് CM-ന്റെ ഒരു ഇതിങ്ങനെ കേട്ടിരിക്കുക, തലക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. എന്തിന്? ട്രെയിനിൽ നിന്ന് പോവും, തീവണ്ടി കൂട്ടിമുട്ടും, ആ, ഇതൊക്കെ പറഞ്ഞിട്ടേ അത് ശരി. ആ, ആ. ഞാന് ഫോണിലേ ഉം. ഒരു ചീത്ത പറഞ്ഞാൽ റെക്കോർഡ് ചെയ്ത് ഞങ്ങൾക്ക് യൂട്യൂബിൽ ഇടുവോ? ഏഹ്. അതെന്താ ഈ പകര മൊഴിയാൽ അയാൾക്ക് വട്ടാണെന്ന് അയാളെ നിങ്ങൾ പ്രദർശിപ്പിക്കേണ്ടി ജനങ്ങളുടെ ഇടയിൽ? അതെ. അയാൾക്ക് എന്ത് വട്ടാണ് അയാൾ പറഞ്ഞിട്ടില്ലേ? ഉം. തീവണ്ടി കൂട്ടിമുട്ടും, പ്ലെയിന് കൂട്ടിമുട്ടും, ഉറങ്ങിപ്പോയാല്. ആ, അപ്പൊ അയാള് ഉറങ്ങിപ്പോയാൽ ഇതൊക്കെ മുട്ടുന്നത് അത് ഈ CM തീരെ ഉറക്കമില്ലായിരുന്നു എന്നുള്ളതാണ് ഇപ്പൊ അവർ പറയണേ. ഇയാൾക്ക് എന്ത് വട്ടാണ് ഈ മൊയ്ലിയാന്മാർക്കിത്? ഞാൻ കോഴിക്കോടാ, ഞാൻ ഇപ്പൊ വിളിക്കുന്നത് കോഴിക്കോടുന്നാ. ഈ CM എന്ന് പറഞ്ഞ ആള് എന്റെ വീട്ടിന്റെ ഒരു 500 മീറ്റർ അപ്പുറത്തുണ്ടായില്ലേ മരിക്കുന്നതിനൊക്കെ മുമ്പേ. ആ, ആ, ആ. ഇവിടെ നിങ്ങൾക്ക് വേണേ ഇവിടെ നിന്ന് അയാളെ നിയന്ത്രിച്ച് അയാളെ പലതും ചെയ്തു കൊടുത്ത് താമസിപ്പിച്ച വീടാണ് ഈ മൂപ്പൻ എന്ന് പറഞ്ഞ ആളെ വീട് എവിടാന്ന് നിങ്ങൾ? കിണാശ്ശേരിയാ, കോഴിക്കോട് കിണാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താ. മമ്മൂട്ടി മൂപ്പന്റെ വീട് അല്ലേ? കുട്ടിയസ്സൻ മൂപ്പനാണ്, കുട്ടിയസ്സൻ മൂപ്പൻ. ആ, മമ്മൂട്ടിയല്ല. മമ്മൂട്ടിയല്ല, കുട്ടിയസ്സനാണ്. അയാളൊക്കെ മരിച്ചു പോയി, ഓരോന്നും ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. ആ, 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 ആ. പക്ഷെ ഈ ചെറുപ്പത്തിൽ കണ്ട കുറേ ആളുകൾ നമ്മളെ ഈ കിണാശ്ശേരിയിലുണ്ട്. ഇയാളൊരു 2-2.5-3 കൊല്ലം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ അയാളെ കുറ്റം പറയണ്ട, അയാൾ മരിച്ചുപോയി, അയാൾ നിരപരാധിയാണ്. അതെ, 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 അയാള് നിരപരാധിയാണ്. അതെ. ആ, ആ. വെറുതെ അയാളെ വെച്ചിട്ട് ഇവര് പറയാണെന്ന്. നിങ്ങളിപ്പോ ശരിക്കും ഈ CM അബൂബക്കർ മൗലവിനെ കണ്ടിട്ടുണ്ട് അല്ലേ? ഞാൻ കണ്ടിട്ടില്ല. കണ്ട ഒരുപാട് ആളുകളുണ്ട്. ഞാൻ ആളെ കണ്ടിട്ട് വർത്താൻ പറഞ്ഞവരൊക്കെ പരിഹസിക്കലെന്താ പറയുക തമാശയില്, ഇടങ്ങളൊക്കെ സ്വർഗത്തിലാണ്, അയാളെ കണ്ടോലൊക്കെ സ്വർഗത്തിലാണെന്നാണ് യൂട്യൂബിൽ മൊയ്ലിയാന്മാര് പറയണേ. എന്റെ ഒരു സ്നേഹിതൻ ഓന് ചെറുപ്പത്തിൽ ഇയാള് മരിച്ചിട്ട് ഒരു 10-38 കൊല്ലായി തോന്നുന്നുണ്ട്. ആ, ആ. അപ്പം ഇയാളെ കുളിപ്പിച്ചു കൊടുക്കാനും സഹായിക്കാനൊക്കെ നിന്നിക്കണം. ഓലൊക്കെ ചെറുപ്പ. എന്തിനാന്ന് വെച്ചാൽ ഇയാള് ഭക്ഷണം കഴിക്കുമ്പോൾ ഓൽക്ക് അലക്ഷയാണ്. അന്നത്തെ കാലം ദാരിദ്ര്യ. അതെ, അതെ. ഇയാളെ ബാക്കി ഭക്ഷണം കിട്ടാൻ വേണ്ടിട്ട് പുണ്യം നേടാനൊന്നുമല്ല, വിശന്നിട്ട്. അങ്ങനെ എന്നിട്ട് ഇപ്പൊ ഞാൻ ഓരോടൊക്കെ പറയാം, ഏതോ ഒരു യൂട്യൂബിൽ ഞാൻ കേട്ടിരിക്കുന്നു ഇയാളെ കണ്ടോലും ഒക്കെ സ്വർഗത്തിൽ പോകും. ഒരു മൗലിയാര് പറഞ്ഞിരുന്നു ഈ CM ഇങ്ങനെ പിന്നെ മരിച്ചിട്ട് കുളിപ്പിക്കാൻ കിടക്കുന്ന CM-നെ കുളിപ്പിക്കാൻ കിടത്തിയ സമയത്ത് കാലിങ്ങനെ ഒന്ന് നീട്ടി വെച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞ കള്ളക്കഥ ഇവര് പറഞ്ഞിരുന്നു. അങ്ങനെയൊന്നും നടന്നിട്ടില്ലല്ലോ. അത് കേട്ടിട്ട് ഞാൻ വേറൊന്ന് കേട്ടിരിക്കുന്നു. മറ്റേ കുളിപ്പിക്കുമ്പോ ഇവന് CM ഉള്ള സമയത്ത് ഇവന് ഒരു എഗ്രിമെന്റ്, ഒരു കരാറ് പറഞ്ഞിരുന്നത്, ഈ ആദ്യം മരിച്ചാൽ ഇന്ന ഈ കുളിപ്പിക്കണം, അതല്ലെങ്കിൽ ഞാൻ മരിച്ച. അങ്ങനെ ഉണ്ട്. അങ്ങനെ കണ്ണൂർ നോക്കിയപ്പോ ഈ CM ഇതിനോട് മറ്റേ ആള് പറയാണല്ലോ, എന്ന് പറഞ്ഞാൽ ഞാനാണ് കണ്ണടച്ചാലേ കണ്ണു പൊട്ടുന്നല്ലേ. ഇത്ര വിവരം കെട്ട ജനം, നിങ്ങളെ ട്യൂബ് അതിലിട്ട് ഇത്ര വിവരം കെട്ട ജനം അള്ളാന്റെ ഭൂമിയിൽ എവിടുന്ന് വന്നെന്നുള്ളതാണ്. ഇയാളെ ഈ അബൂബക്കർ എന്ന് പറഞ്ഞ ആള് ചിറ്റടിമേത്തിൽ അബൂബക്കർ എന്ന് പറഞ്ഞ ആള് ഒരു ദർസക്ക് ഓതി, അങ്ങനെ അത് കഴിഞ്ഞിട്ട് വലിയൊരു വാക്കിയാത്തു സാലിയാത്തിൽ പോയിട്ട് അവിടുന്ന് ബാക്കി ബിരുദമൊക്കെ എടുത്തു വന്ന് മൂല്യരായിട്ട് പോകുകയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് കഴിഞ്ഞിട്ട് പുലിമൈദീനുമായിട്ട് ഇടപാട് തുടങ്ങിയതിന് ശേഷമാണ് ഇയാൾ ഈ കോലത്തിലായത് എന്നുള്ളതാണ് CM സ്മരണികയിൽ എഴുതിയിട്ടുള്ളതും. ഇതിന്റെ ഇയാള് ചിലപ്പോ കഞ്ചാവട്ട അടിച്ചിട്ടുണ്ടാവും. അതാണ്. ഇവിടെ എത്ര ഉണ്ട് അങ്ങനെ, എത്ര എന്നിട്ട് എന്ത് വിവരം. ഞാനൊരു വേറൊരു ചങ്ങായി എനിക്കിത് കേട്ടിട്ട് വേറൊരു അമീർ ഒതുക്കങ്ങളുണ്ട്, സുഹൃത്താണ് അയാളും. പിന്നെ ഈ പറയുന്ന പോലെ ഒരു പ്രത്യേകത കേട്ടിരിക്കണം നിങ്ങള്. ഒരു വേറൊരു ചങ്ങായി ഉണ്ട്, എന്താണ് ഒരു ലിയാക്കത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു നിരീശ്വരവാദിയാണ് അയാള്. പക്ഷെ അയാളെ നമ്മൾ ഇവരെക്കാൾ മാന്യന്മാരാണ്. അയാൾ നിരീശ്വരവാദി ആയിക്കോട്ടെ. അയാളോട് ഓരോരോ മൊയ്ലിയാന്മാര് ഫോൺ ചെയ്തിട്ട് ചോദിച്ചിട്ടിരിക്കണം നിങ്ങൾ. ഒന്ന് പറഞ്ഞ്, 2 പറഞ്ഞ്, 3-മത് പിന്നെ പച്ച തെറി അയാളെ പറയുന്നത്. അപ്പൊ അയാൾ നിങ്ങൾ അപ്പൊ ഇവനോട് ആദ്യം ചോദിക്കണം നിങ്ങൾ ഏത് മതക്കാരനാന്നാ ലിയാക്കത്തിനോട് ചോദിക്കണത്. ലിയാക്കത്ത് മറുപടി പറയും ഞാനെന്തിനാ നിങ്ങളോട് പറയേണ്ട ആവശ്യം എന്താണെന്ന് ചോദിക്കും. അങ്ങനെ പറഞ്ഞു വരുമ്പോ ഓപ്പോസിറ്റ് ഇയാളെ ലിയാക്കത്തിനെ വിളിച്ച് ചോദിക്കണോ പറയണ പിന്നെ ഒരു 3-4 വർത്താനം നല്ല രീതിയിൽ പറയും. പിന്നെ വരുന്നത് പച്ച അപ്പൊ അയാൾ എന്താ പറഞ്ഞ മറുപടി, ഇപ്പൊ നിങ്ങൾ ഏത് മതക്കാരനാണെന്ന് എനിക്ക് മനസ്സിലായി, മുഹമ്മദിന്റെ മതക്കാരനാണ് അയാൾ പറയാണ്. പക്ഷെ അത് ഇവര് പറയിപ്പിക്കല്ലേ. അല്ല ഈ അവനെ വിളിച്ച് തെറി പറയുന്ന ആളുകൾ മുഹമ്മദിന്റെ മതക്കാരും അല്ല, അവര് CM-ന്റെ മതക്കാരാണ്.
CM-ന്റെ മതക്കാരല്ലേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മതക്കാരാണെന്നുണ്ടെങ്കിൽ ഓനെ തിരുത്താനും ഓനെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അവനൊക്കെ മറ്റൊരു മേഖലയിലേക്ക് മതം വിട്ട് നിരാസത്തിലേക്ക് പോയ ആളാണ്. പിന്നെ അവനിത് റെക്കോർഡ് ചെയ്യേണ്ടി എന്നെ വിളിച്ചിട്ടുണ്ട്. ഈ ലിയാഖത്ത് അലി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ വിളിച്ചിട്ട് അവന് ഞാൻ എന്താണ് ഏതാണ് ഈ ആദർശത്തെ വെച്ച് സംസാരിക്കാൻ അവന് തയ്യാറായില്ല. മൻസൂർ മണ്ണാർക്കാട് എന്ന വ്യക്തിയെ ചോദ്യം ചെയ്യാനും അല്ലെങ്കിൽ ആ ഒരു രൂപത്തിലാണ് അവൻ സംസാരിച്ചത്. അത് അവന്റെ ചാനലിൽ ഇട്ടിട്ട് അവന് കാശാക്കുകയും ചെയ്തു. അവന്റെ ഇവരെങ്ങോട്ടാണ് ഈ സമൂഹത്തിനെ കൊണ്ടുപോകുന്നത്? ഭയങ്കര അപകടകാരികളാട്ടവര്. എന്താ ഇവര് പറഞ്ഞത്? ഞാനൊരു 1 മാസം മുമ്പാണ് തോണ്ട് യൂട്യൂബിൽ കേട്ടിരുന്നത്. എന്ന് റെക്കോർഡ് ചെയ്താണെന്നല്ല, യൂട്യൂബ് ഏതോ ഒരു ചാനലിലാണ് കേട്ടത്. പിന്നെ എന്താ പറയുക, റസൂൽ ഇങ്ങനെ നടന്നു പോവാണെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവും പോവാന്ന് വെച്ചോ. ആ പോകുമ്പോ റസൂല് ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ അവിടെ വെച്ച് മറ്റോൻ തലാക്ക് എല്ലി റസൂലിന് കൊടുത്തോളൂന്ന്. അത് പറഞ്ഞ ചെയ്താന്റെ പേര് നൗഷാദ് ഹസനി. ഈ ഇടക്കിടക്ക് സംസാരിച്ചു കൊടുക്കുമ്പോ ചിറി ഇങ്ങനെ കോടി പോവും. സംസാരിക്കുമ്പോ അയാൾ ശ്രദ്ധിച്ചുകൊണ്ട് അയാൾ പ്രസംഗിക്കുമ്പോൾ ഈ ചിറി ഒരു ഭാഗത്തേക്ക് അപ്പൊ ഒന്നായിട്ട് കോടുപ്പോ അയാള്. അത് ഈ നൗഷാദ് ഹസനി എന്ന് പറയുന്ന മനുഷ്യനും അതേപോലെ തന്നെ പകരം മുഹമ്മദ് ഹസനി എന്ന് പറയുന്ന ആൾക്കും ഒക്കെ അവര് കുറെ ഈ ബാലരമ ബാലമംഗളം ശ്രേണിയിലുള്ള കുറെ അറബിക്കഥകൾ വായിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് അങ്ങനെ വിശ്വസിക്കുകയാണ്. നമ്മൾ ഈ പോത്തിന് കാടി കലക്കി കൊടുത്ത് അത് പൈല എന്തൊക്കെയുള്ളത്, പഴത്തൊലി ഉണ്ടാവും, പഴയ കഞ്ഞിവെള്ളം ഉണ്ടാകും, നമ്മള് ചോറ് വെച്ചത് ബാക്കിയുള്ളത് ഉണ്ടാകും, തവിടുണ്ടാവും, പുണ്ണാക്ക് ഉണ്ടാവും, ഇതൊക്കെ പറഞ്ഞിട്ട് കലക്കി കൊടുത്ത് ആയിട്ട് അങ്ങനെ കാടിവെള്ളം മോന്തി കുടിക്കൂലേ? ഇവർക്കൊക്കെ എവിടാണല്ല ഏറ്റവും വലിയ നരകത്തിന്റെ അടിത്തട്ടിലായിരിക്കും. എന്ത് മനുഷ്യനെ പേപ്പിക്കുന്നതിനൊരു കണക്കില്ലേ? ഇതൊക്കെ ഇവര് തന്നെയാട്ടോ ഇസ്ലാമിനെ ചീത്താക്കണത്. റസൂല് അതായത് അന്യമതസ്ഥരല്ലേ തന്നെ പറയുന്നത് ഈ മുഹമ്മദ് നബി എന്ന് പറഞ്ഞാല് പെൺഭ്രാന്തനാണ്, പെണ്ണ് കെട്ടണവനാണ്, കണ്ടമാൻ 6 വയസ്സായവരൊക്കെ ആയിട്ട് പല പരാജയം ഓരോ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടാണ് അതൊക്കെ പറയുന്നത്. പണസമ്പാദനം. ആ പറയുന്നതിന്റെ ഇടയിൽ കൂടെ ഇവരും കൂടി അതിന് വഴിമരുന്ന് ഇട്ട് കൊടുക്കല്ലേ? റസൂൽ ഇങ്ങനെ പോകുമ്പോൾ ഒരു ഭാര്യയും ഭർത്താവും പോവാണെങ്കിൽ ആ പെണ്ണിനെ റസൂലിന് ഇഷ്ടപ്പെട്ടാൽ അപ്പൊ അവിടുന്ന് തലാഖ് എല്ലിട്ട് ഇയാൾക്ക് കൊടുത്തോളം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ ഒക്കെ അർത്ഥത്രേ ഉള്ളൂ. ഇസ്ലാമിനെ തകർക്കുക, ഇസ്ലാമിനെ തകർക്കുക, ഇസ്ലാമിന്റെ ശത്രുക്കളേക്കെന്നേ അച്ചാരം വാങ്ങിക്കാണ് ഇവര്. അതാണ് അതിനൊരു മറുപടി അനിൽ മുഹമ്മദ് പറഞ്ഞു. മുന്തിയ മറുപടി അനിൽ മുഹമ്മദ് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഈ നേരത്തിന് ഒന്നാമത്തത് ഈ മൊയ്ലിയന്മാരെ ബുദ്ധി എവിടെയൊക്കെ പോയത് നിറങ്ങള്. എനിക്കൊരു 10-60 വയസ്സായി. ഇന്റെ ഒക്കെ ചെറുപ്പത്തിൽ ഇന്റെ പുരയിലടക്കം ഈ ഉസ്താദുമാര് വന്ന് ചോറ് തിന്നു. രാവിലെ ചായ, ഉച്ചക്ക് ചോറ്, രാത്രി ഭക്ഷണം. പുരയിൽ ചിലപ്പോ ദാരിദ്ര്യമായിരിക്കും. മൊയ്ലിയന്മാർക്ക് മീൻ പൊരിച്ചതും പപ്പടം പൊരിച്ചതും ഒക്കെ ഉണ്ടാവും. മറ്റോ കഷ്ടപ്പെട്ടിട്ടാണല്ലോ ഈ സാധനം ഉണ്ടാക്കി കൊടുക്കുന്നത്. കുട്ടികൾ ഇങ്ങനെ വാതിലിന്റെ മറിയിൽ നിന്ന് നോക്കും. ഉസ്താദ് ബാക്കി നമുക്ക് തിന്നാ എന്തിനു പൊരിച്ച കിട്ടാനേ. അവസാനം ഓർക്കൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ മനുഷ്യൻ അധ്വാനിച്ചിട്ട് തിന്നാൻ കൊടുത്തിട്ട് അതിപ്പോ നഷ്ടപ്പെട്ടു. ഒരു വീട്ടിലേക്ക് ഈ വർഗത്തിനെ കേട്ടിട്ടില്ല. ഹോട്ടലിൽ നമ്മളവിടൊക്കെ എന്താ ചെയ്യണെന്ന് പറഞ്ഞാൽ ഹോട്ടലില് ഭക്ഷണം ഏൽപ്പിച്ചു കൊടുക്കും 3 നേരം. ഒന്നുകിൽ കമ്മിറ്റി പേയ്മെന്റ് നടത്തും, അതല്ലെങ്കിൽ ആരെങ്കിലും ഏറ്റതായിരിക്കും ഓല് കൊടുക്കും. മുഹമ്മദ് കാ, ഞാനിപ്പോ താമസിക്കുന്നതിന് മുമ്പ് താമസിച്ചിരുന്ന ഭാഗത്ത് അവിടെ ഒരു ദിവസം ഒരു നേരത്തെ ചെലവ് അതൊരു മാസമുള്ളൂ. അപ്പൊ ഒരു ദിവസം രാവിലത്തെ 4 ആൾക്കുള്ള ഭക്ഷണം കൊടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു പള്ളി മദ്രസയൊക്കെ അടുത്ത് തന്നെയാണ്. ഞാൻ പറഞ്ഞു ആളെ വിട്ടോളിയും, ഭക്ഷണം ഞാൻ ഇവിടുന്ന് പിന്നെ പാർസലാക്കി, അതായത് പാത്രത്തിലാക്കി കൊടുത്തു വിടാം, ഇവിടെ വന്നിട്ടുള്ള പരിപാടിയൊന്നും പറ്റൂല എന്ന് പറഞ്ഞു. പിന്നൊരു കാര്യം, എന്റെ മക്കൾക്കൊക്കെ കൊടുത്തിട്ട് ബാക്കി ഉണ്ടെങ്കിലേ കൊടുക്കുള്ളൂ. അല്ലാണ്ട് പണ്ടത്തെ കാലല്ലല്ലോ ഇത്. ഓലിക്ക് കൊടുത്ത് അല്ലെങ്കിൽ നമുക്ക് കണ്ണെട്ടും കുരുത്തക്കെട്ടും അതൊന്നുമില്ല. എന്താ ഇപ്പൊ പറഞ്ഞു? ഇത് മുന്നേ വേറൊന്നും ഞാൻ കേട്ടത് AP എന്നെ നേരിട്ടിട്ടാ പറയണത്. മറ്റേ എന്താണ് ഈ വെള്ളത്തിലിട്ട മുടിന്റെ ഇതിലേക്ക് വേറൊന്നും കൂടി ചേർത്ത് എന്താ അറിയോ, അള്ളാന്റെ റസൂലിന്റെ മക്കബറിന്റെ മുകളിൽ പൊടി പിടിച്ചിരുന്നു. ആ പൊടിയും കൂടി നമ്മൾ കലക്കിയിട്ടാണ് ഈ വെള്ളം തരുന്നത്. മറ്റേ അള്ളാന്റെ റസൂലിന്റെ കബറുമ്പുറത്ത് ഒഴിഞ്ഞിട്ട് മണ്ണ് അതിന്റെ മുകളിൽ പൊടി പാറിയത് കുടിച്ചാൽ ബർക്കത്തുണ്ടാവും, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പ്രാധാന്യം എന്ത് ഏതെങ്കിലും ഒരു മതത്തിന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കണോ? ഇല്ല, പച്ച നുണയാണ്. റസൂലിന്റെ കബറ് കാണാൻ കഴിയൂല്ലോ. ഇയാള് പറഞ്ഞ എങ്ങനെ പിന്നെ വാരി എടുക്കലേക്കു?
അയാൾ അമ്മൂന്റെ മുടി കൊടുത്തിട്ട് റസൂലിന്റെ മുടിയാന്ന് പറഞ്ഞല്ലേ, പിന്നെ പൈലും മേലുണ്ടോ? എന്ത് വിവരക്കേടാന്ന് ഇവര് ജനങ്ങളെ പറഞ്ഞ് പറ്റിയ. സത്യം പറയാ, ഞാനൊരു 10-60 സാധാരണക്കാരനാണ്. ഞാനിപ്പോ ന്യൂസ് ഈ യൂട്യൂബ് കേട്ടുകൊടുക്കുമ്പോ നിങ്ങളെ നമ്പർ അതിൽ കണ്ട്, അപ്പൊ ഞാൻ അപ്പൊ തന്നെ കേട്ടുകൊടുക്കുമ്പോ ഞാൻ നിങ്ങളെ വിളിച്ചതാ. ഞാൻ ഇതേമാതിരി ബനിയും വിളിച്ചു, ഒരു അമീർ ഒതുക്കങ്ങളുണ്ട്. അപ്പൊ എന്നോട് അങ്ങനെ നമ്മളെ പരിചയമായി. അപ്പൊ എന്നോട് പറയാം, കോഴിക്കോട് വരുമ്പോൾ ഇവിടെ ഏതോ ഒരു മാവൂർ റോഡിൽ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് ഏതോ ഒരു ബുക്ക് സ്റ്റാളിൽ വരലുണ്ട്. അപ്പൊ എന്നോട് പറയാൻ വരുമ്പോ ഞാൻ വിളിക്കല്ല, അവിടെ വന്ന് ഒരു പ്രാവശ്യം എന്റെ വീട്ടിൽ ഇവിടെയൊക്കെ വന്നു അയാള്. വന്ന് വർത്താനൊക്കെ പറഞ്ഞ് നേരിട്ട് കണ്ട് ഞാൻ അയാളെ. അമീർ സുഹൃത്താണ്, എന്റെ സുഹൃത്താണ്. അത് ശരി. ഇപ്പൊ ഇങ്ങനെ ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയപ്പോ ഞാനിങ്ങനെ യൂട്യൂബിൽ ഓരോന്ന് എടുത്ത് നോക്കുകയാണേ. ഇത് മനുഷ്യൻ, നിങ്ങൾ നോക്കിക്കോളൂ, ഇസ്ലാമിനെ നശിപ്പിച്ച് കൈ തരുവര്. നമ്മള് ഇതുപോലെയുള്ള ഈ കപട, ഈ ആത്മീയ ചൂഷകർ ഇതുപോലെ പറയുന്നതിന് എങ്ങനെയൊക്കെ തുറന്നു പറയാൻ കഴിയുമോ അത് തുറന്നു പറയുക എന്നുള്ളതാണ്. ഇപ്പോ ചെയ്യാൻ കഴിയുള്ളൂ. ഞാൻ ഈ പറഞ്ഞു കൊടുത്ത ഞാൻ നിൽക്കുന്നുണ്ട്, ഞാൻ അയാളെ ചെരുപ്പ് എറിയനി. അള്ളാന്റെ റസൂല് പോകുമ്പോ ഇങ്ങനെ ഒരു പെണ്ണിനെ കണ്ടാല് അപ്പം തലാക്കില്ലേ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ എറിയും. മലപ്പുറം കൊളത്തൂരുള്ള ആളാ. ഞാൻ ഇയാളെ യൂട്യൂബിൽ കണ്ടു പരിചയം മാത്രമേ ഉള്ളൂ. എനിക്ക് പരിചയമാരൊന്നും അറിയില്ല. ഇതുകൊണ്ട് എന്താ ബുദ്ധിമുട്ട് കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ എന്റെ വീടിന്റെ അടുത്ത് തന്നെ ഒരു പള്ളിയും മദ്രസയൊക്കെ ഉണ്ട്. ആ ഉസ്താദുമാരോട് പോലും ഒരു പുച്ഛം തോന്നുന്ന ഉള്ളിന്റെ ഉള്ളില് സത്യം. പക്ഷെ അവരൊക്കെ പാവങ്ങളാണ്, അവറ്റൊന്നും പറയില്ല. അവരൊക്കെ 5 നേരം നിസ്കരിക്കുന്നു, കുട്ടികളെ പഠിപ്പിക്കുന്നു, പിരിയുന്നു എന്നല്ലാതെ. പക്ഷെ അവരോട് പോലും ഒരു ഇത് തോന്നിപ്പോണം. സത്യം പറയാച്ചാൽ അതാണ്. വല്ലാതെ ഞാനിതിങ്ങനെ കണ്ടിട്ട് ഞാൻ ശരിക്കും ഇങ്ങനെ വല്ലാത്തൊരു പ്രഷർ കയറി ഇത് കേട്ടിട്ടേ. സാഹിബേ, വിറ്റയില് നല്ലതില്ലേ വളരെ കുറവാണ്. ഇപ്പോ നിങ്ങളടുത്ത് തന്നെ സാധുവിന്റെ പെണ്ണിനെ കയറി പിടിച്ചിക്കണു. അവൻ മണ്ണാക്കാട്ടുകാരനാ. പിടിച്ചോ? എന്നിട്ട് എനിക്ക് വിളിച്ചു നോനെന്ന് നാട്ടിലിട്ട് നാട്ടിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു FIR ആക്കിക്കണോ ചോദിച്ചു. അപ്പോ FIR ഇട്ടിട്ടില്ലായിരുന്നു. അതെന്താ അങ്ങനെ ഇത്രയും ദിവസമായിട്ട് FIR ഇടാത്ത എന്താ? അപ്പൊ അവനെ പിന്നെ അത് അങ്ങനെയാണെങ്കിൽ അപ്പൊ ഈ ഇവര് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുകയാണേ. അത് പിന്നീട് അതിന്റെ ചർച്ച മണ്ണാർക്കാട് വരെ എത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ഡീറ്റെയിൽ ഇല്ലാണ്ട് ഞാൻ ചെയ്യൂലായിരുന്നു. ഒരാളെ കുറിച്ച് നമുക്ക് അയാളോട് പറഞ്ഞതിനനുസരിച്ച് വെറുതെ പറയാൻ പറ്റൂല്ലോ. FIR ഇട്ടുകൂടോ? അത് സത്യസന്ധമായിട്ട് പോലീസ് അന്വേഷിച്ച് FIR കാര്യങ്ങളും ഉണ്ട് ചെയ്യാൻ ഓരോ ഫോട്ടോ വെച്ചിട്ട് തന്നെ ചെയ്യാന്ന് പറഞ്ഞു. അത് ഒതുക്കി തീർത്തുക്കണോ? ഇതെന്താ ഈ ഒരു മതത്തിനെ നശിപ്പിച്ചു വരും. അതെ, ഉറപ്പ്. നിങ്ങൾ നോക്കി, ഇന്നിപ്പോ ഞാൻ ഏതോ യൂട്യൂബിൽ കണ്ട് ഏതോ ഒരു പള്ളി തിരൂര മലപ്പുറം ജില്ലയിൽ തിരൂരങ്ങാടി എത്താണ് അവിടെ താണ്ടു നേർച്ച, ഏതോ ഒരു പാപ്പാന്റെ നേർച്ചയാണല്ലോ. അതിന് ഒരു അന്യമതസ്ഥരിൽപ്പെട്ട ആരോ ആണ് അതിന്റെ കുടിയേറ്റമൊക്കെ. ശരി. അവിടെ ആനയും കാര്യമൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ ഏതോ യൂട്യൂബിൽ ഏതോ രീതിയിലാണ് ഞാൻ കണ്ടത്. അപ്പൊ ആനയും കാര്യമൊക്കെ വരുന്നുണ്ട്. അമ്പലത്തിലെ ഉത്സവവും ഇവരെ ഉപയോഗിച്ച് എന്താ വ്യത്യാസം? രണ്ടും ഒന്നാണ്. അതേപോലെ ഇപ്പൊ അടുത്ത് കഴിഞ്ഞല്ലോ റബീഉൽ അവ്വൽ 12 മൗലൂദ് പള്ളിയിൽ മാത്രമേ. ഇപ്പം റോഡുമലേക്ക് കുട്ടികളെ വേഷം കെട്ടിച്ചിട്ട് റോഡുമലേക്ക് ഇറക്കുന്നുണ്ട്, ജാഥ പോകുന്നുണ്ട്. അപ്പൊ അതും ശ്രീകൃഷ്ണ ജയന്തിയിട്ട് എന്താ വ്യത്യാസം? അതെ. ഇതെന്താ ഈ ജനങ്ങൾ എന്താണ് ഈ ഭക്ഷണം കഴിക്കുന്നതെന്നാണ് വിവരക്കേട്. കണ്ടിട്ട് ഇത് സഹിക്കാൻ കഴിയുന്നില്ലാന്ന്. അപ്പൊ പറയോ മുജാഹിദാണ്, മറ്റവനാണ്, വഹാബിയാണെന്ന് അറിയൂ. ഇതിപ്പോ നമ്മളെ പൊരേ പറഞ്ഞാലും സ്ഥിതി ഇങ്ങനെ തന്നെയാണെന്ന്. ഇത് പൊരേ പറഞ്ഞാലും ഇതെല്ലാം സ്ഥിതി. അതെ. എന്താ ചെയ്യാ? മതത്തിനൊരു വളരെ അപകടത്തിലേക്കാണ് ഈ ജനങ്ങളെ കൊണ്ടുപോകുന്നത്. എന്താ ചെയ്യാ? ആയിക്കോട്ടെ, ഈ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾ വരുമ്പോ കോഴിക്കോട് വരികയാണെങ്കിൽ വിളിക്കണ്ടേ? ഞാൻ വിളിക്കും. ഇൻഷാല്ലാ കാണാം. ഇൻഷാല്ലാ നേരിട്ട് കാണാലോ, പരിചയപ്പെടാലോ. ഇൻഷാല്ലാ ഇത് നിങ്ങൾ പറഞ്ഞമായി ചെയ്തോളി. ഞാനിങ്ങനെ പറഞ്ഞ എനിക്ക് എന്റെ ക്ഷോഭം എനിക്കുണ്ട്. എങ്കിലും ഇതിടുമ്പോ ഞാൻ നിങ്ങളോട് എന്റെ ഫുൾ ഡീറ്റെയിൽ പറഞ്ഞില്ലേ. ഇനി വേറൊരു കാര്യമുണ്ട്. ഈ അബൂബക്കർ വാക്ക് പിന്നെ CM മടവൂരിന്റെ പെങ്ങളുടെ മകൻ എനിക്ക് വിളിച്ചിരുന്നു ഒരു പ്രാവശ്യം. റേഞ്ച് ഇല്ലാത്തത് കാരണം കൊണ്ട് ചെറിയ കട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം അന്ന് തിരക്കിലായിരുന്നു. ഇനി ഒന്ന് വിളിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് ശരി. പെങ്ങളെ സ്വന്തം പെങ്ങളെ മകൻ. അയാള് പിന്നെ ഇതിൽപ്പെട്ടതല്ല. ഇത് പേരിപ്പ
ഇപ്പൊ ഞാനൊക്കെ സുന്നി തന്നെയാണ് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഞാനൊക്കെ സുന്നിയിൽപ്പെട്ട ആളാ. ഞാനും സുന്നിയാണ്, ഞാനും വഹാബി അല്ല, ഞാന് പിന്നെ ആ ഒരു അർത്ഥത്തിൽ പോണ ആളാണ്. പക്ഷെ ഇത് എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഇവര് പറയണെന്ന് പറഞ്ഞാൽ ഇവര് എവിടെയും വേണ്ട, അയാൾ ഒരു അർത്ഥം വെച്ചിട്ട് പറയുന്നുണ്ട്, മുത്തബ്ബിറുൽ ആലം, അതായത് ലോകം നിയന്ത്രിക്കുന്നത് CM ആണെന്ന് പറഞ്ഞാല് പിന്നെ കഴിഞ്ഞില്ല കഥ. പിന്നെന്താ ഉള്ളത്? അതിനെക്കാട്ടി വലുതൊന്നും ഇല്ലല്ലോ. അത് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കഥ. അതെ, ഇതൊക്കെ ഒരു ബിസിനസ്സാണ്. ബിസിനസ്സാ. പിന്നെപ്പോ എന്താ നമ്മളെന്ത് ചെയ്യും? നമുക്കൊരാൾക്കൊരാ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഇത് സങ്കടം വരുന്ന ആലോചിക്കുമ്പോ. ഒക്കെ ശരിയാവും സാഹിബ്, എന്താ ചെയ്യാ, ഒക്കെ ശരിയാവും. ഇവർക്കൊന്നും ഇതൊന്നും അറിയാനിട്ടൊന്നും അല്ലേ. അറിഞ്ഞിട്ടും ഇവര് പഠിച്ചിട്ട് ഇവർ ഏതൊക്കെ പാളക്കിതാബിലുണ്ട് എന്നും പറഞ്ഞിട്ട് ഇവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇവർക്ക് എന്തോ നേട്ടം ഉണ്ടാവും. നേരത്തെ തന്നെ അവരുടെ തൊഴിൽ, അവരുടെ ബിസിനസ്സാണ് ചെയ്യുന്നത്. നിങ്ങളിപ്പോ ഹോട്ടൽ ബിസിനസ് അല്ല, നിങ്ങൾ ഒരു ബിസിനസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് വിപുലീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? അതിന്റെ ഏറ്റവും നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യും. ഇപ്പൊ ലുലു മാള് തുടങ്ങിക്കഴിഞ്ഞാൽ മൂപ്പരുടെ പിന്നെ സാധനമാണ് ഏറ്റവും ടോപ്പ് എന്നും പറഞ്ഞിട്ട് നല്ല പരസ്യം ചെയ്യൂലേ? അതന്നെ. അതിപ്പോ ഇനിയിപ്പോ ഒന്നും വേണ്ട, നമ്മളെ കോംപ്ലാൻ ബോയ് എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഈ ഹോർലിക്സിന്റെ പരസ്യം കണ്ടിട്ടില്ല നിങ്ങള്? ഇപ്പൊ ഡോക്ടർമാര് പറയുന്നത് അത് കുടിച്ചാൽ കമ്പനി നന്നാവുന്നാണല്ലോ. അതന്നെ. അതില് കുട്ടികൾ നന്നാവില്ല, നമ്മളും നന്നാവില്ല, നമ്മളെ കമ്പനി നന്നാവും. അതന്നെ ഡോക്ടർമാർ സംഭവിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ഇത് തന്നെ. പക്ഷെ ഇതെന്താ ഇനി വളർന്നു വരുന്ന മക്കൾ കേട്ടിട്ട് ഇത് സമൂഹം വിടക്കായി പോവും. അത് പേടിച്ചിട്ടാ. ഈ വളർന്നു വരുന്ന മക്കൾ ഇവരുടെ ഈ തെമ്മാടിത്തം കേട്ടിട്ട് മതം വിട്ടു പോവുകയാണേ. മതം വിട്ടു പോവുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് ചിന്തിക്കുന്നവൻക്കും പുച്ഛം വരും. അതെ, അതാണ്. പുച്ഛം വരും മനസ്സിന്. ഇതിനൊരു വലിയൊരു മഹാസംഭവമാക്കി കണ്ടോനെ ഒന്നും അല്ലാതെ കാണിപ്പോകും. കാരണം നമ്മളെ മുന്നിൽ കൂടെ വെള്ള തുണി കുപ്പായിട്ട് നടന്ന ആളുകള് ലോകം നിയന്ത്രിക്കണേന്ന് പറഞ്ഞാല് എന്താ ചെയ്യാ? ഏതായാലും സന്തോഷമുണ്ട്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സുന്നി എന്ന് പറയും, ഞാൻ സുന്നിയാണ് എന്ന് പറയുന്ന ആള് തന്നെ ഇത് തിരിച്ചറിഞ്ഞിട്ട് ഇത് തുറന്നു പറയാൻ കാണിക്കുന്ന ഇതുപോലെ ആളുകൾ തുറന്നു പറഞ്ഞാൽ തന്നെ ഇത് കുറെ തീരും. ആളുകൾ തുറന്നു പറയില്ല. അത് ശരിയാ. തുറന്നു പറയുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ പ്രശ്നം. ഈ ആളുകളെ ഇന്നും പോറ്റിയും കൊണ്ട് കിടക്കുകയാണേ. നമ്മളിവിടൊക്കെ കുറെ മാറ്റം വന്നു പോയി. വീട്ടിൽ നിന്ന് ചോറ് കൊടുക്കലൊക്കെ പരിസരത്തൊന്നുമില്ല. അതേപോലെ വീട്ടിൽ നിന്ന് ചോറ് കൊടുക്കൽ മാത്രമല്ല, അപ്പൊ എന്താണെന്നറിയോ, അവരുടെ മറ്റുള്ള അക്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെടും. ഇനി സാമ്പത്തികമായിട്ടുള്ള പിഴിയിൽ നിന്ന് നമ്മൾ ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തേണ്ടതുണ്ട്. രക്ഷപ്പെടും. ഇൻഷാ അല്ലാഹ്. ഒരുപാട് അനുഭവം ഉണ്ടാക്കാം. പിന്നെ പറയാം, നേര് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാട്ടില്ലേ? ആയിക്കോട്ടെ. ഞാൻ ആ വഴിക്ക് വരുമ്പോ ഞാൻ വിളിക്കണ്ടേ? ആയിക്കോട്ടെ. ഇൻഷാ അല്ലാഹ്. ഓക്കെ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി.